നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂർ കുന്നിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ 2 ദിവസമായി പുഴയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൺകൂന കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത്. പക്ഷേ അവിടെ ഇല്ല എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പുഴയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പുഴയിലേക്ക് ആദ്യം തന്നെ അന്വേഷണം നടത്തേണ്ടിയിരുന്നോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ പുഴയിൽ തിരച്ചിൽ നടത്താതിരുന്നത്? ആ ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക സർക്കാർ ആദ്യം പുഴയിൽ തിരച്ചിൽ തുടങ്ങിയതാണ്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണോ അന്വേഷണം വീണ്ടും കുന്നിലേക്ക് മാറിയത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. പുഴയിൽ ആദ്യമേ തിരച്ചിൽ നടത്താതിരുന്നത് ഷിരൂർ കുന്നിൽ തന്നെ പരിശോധന വേണം എന്ന ചിലരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന സംശയവും ശക്തമാണ്. കർണാടക തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോ ലോറി ഇല്ല എന്നതാണ്. പക്ഷേ കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകർ അടക്കം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ട് എന്ന നിലപാടിലായിരുന്നു. മാത്രമല്ല, മാധ്യമപ്രവർത്തകരോട് അവരത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇത്തരം നീക്കം കർണാടക സർക്കാരിനെയും രക്ഷാപ്രവർത്തകരെയും വലിയ രീതിയിൽ കുടുക്കിയോ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. പുഴയിലേക്കുള്ള അന്വേഷണം വൈകിയതിനുള്ള പല കാരണങ്ങളിലൊന്നായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ പുഴയ്ക്ക് മുകളിൽ നാവികസേന പരിശോധന നടത്തി. എന്നാൽ പുഴയിലെ മണ്ണിനടിയിലേക്കുള്ള സാധ്യത അന്വേഷിച്ചില്ല. അപകടത്തിന്റെ വ്യാപ്തി, സാധ്യത എന്നിവ ശാസ്ത്രീയമായി പരിശോധിച്ച് അവലോകനം ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തുക എന്നൊരു നീക്കവും അവർ സ്വീകരിച്ചില്ല. കുന്നും പുഴയും ചേർന്ന് കിടക്കുന്ന ഷിരൂർ കുന്ന് ഗംഗാവലി നദി ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിലടിയിലാവാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിരുന്നു. എന്നാൽ രക്ഷാദൗത്യ സംഘങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു. ഈ ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. ഇത് പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിക്കുകയും ചെയ്തു. കുന്നിന് താഴെ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരുന്നതെങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. എന്നാൽ കാണാതായ ബുള്ളറ്റ് ടാങ്കർ ലോറികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കിട്ടിയപ്പോൾ ലോറിയെ ആ രീതിയിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പുഴയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാതിരുന്ന കാരണങ്ങളിൽ ഒന്ന്. എന്നാൽ ബുള്ളറ്റ് ടാങ്കറുകളെ പോലെ അർജുന ലോറി ഒഴുകി നടക്കാൻ സാധ്യത വിരളമായിരുന്നു. ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടി മുറുക്കിയതാണ് ഈ വാഹനത്തിലെ ലോഡ്. 200 മീറ്റർ ഉയരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് ഇടിഞ്ഞു വീണപ്പോൾ അതിനൊപ്പം ലോറിയും പുഴയിൽ അകപ്പെട്ടിരിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവിടെ നിർത്തിയിട്ടിരുന്ന 2 ടാങ്കറുകൾ അത് നേരെ പുഴയിലേക്ക് വീണു. ഇതിലൊന്ന് 7 കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്ന രീതിയിലായിരുന്നു കണ്ടുകിട്ടിയത്. അപകടം നടന്ന ഉടനെ തന്നെ പുഴയിൽ വലിയ സ്ഫോടനവും പൊട്ടിത്തെറിയും ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പുഴയിലേക്ക് വീണ LPG ടാങ്കറുകളൊന്ന് പൊട്ടിത്തെറിച്ചു എന്നതടക്കമുള്ള നിഗമനങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. നിറയെ മരത്തടി കയറ്റിയ അർജുൻ ഓടിച്ച ലോറിക്ക് ഭാരം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാനാണ് സാധ്യത എന്ന നിഗമനത്തിൽ എല്ലാവരും എത്തിയത്. എന്തായാലും ഇപ്പോൾ മണ്ണിനടിയിലല്ല, മറിച്ച് പുഴയിലാണ് അന്വേഷണം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, സൈന്യം ഗംഗാവലി നദിയിൽ റഡാർ സിഗ്നൽ കണ്ടെത്തി. അർജുന്റെ ലോറിക്ക് പകരം പുഴയിൽ പൊട്ടിത്തെറിച്ച LPG ടാങ്കർ ലോറിയുടേതാവാനും സാധ്യതയുണ്ട് എന്നതടക്കമുള്ള നിഗമനങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാവുകയാണ്. നേവി പരിശോധന തുടരുകയാണ്. തിരച്ചിൽ 9ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അവിടേക്ക്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ കൂടി വരുന്നത്. പ്രത്യേകിച്ച് കരയിൽ ആ ലോറി ഇല്ല എന്ന സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് അപ്പോൾ പുഴയിൽ നേരത്തെ അന്വേഷണം നടത്തേണ്ടിയിരുന്നോ എന്ന ചോദ്യം അത് ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.